ഇരിഞ്ഞാലക്കുടക്കാരെയും പത്രമാധ്യമ സുഹൃത്തുക്കളെയും കബളിപ്പിച്ച് വിവരം അറിയിക്കാൻ കൂടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന മാതിരി ചെയർമാന്റെ വാസഗൃഹത്തിനോട് ചേർന്ന് പുറമ്പോക്ക് തോട് കയ്യേറി റോഡാക്കി മാറ്റി കൺവെൻഷൻ സെന്ററിലേക്ക്, അവരുടെ കുടുംബം തുടങ്ങുന്ന കൺവെൻഷൻ സെന്ററിലേക്ക് കൂടുതലായി വഴികൂടി സ്ഥാപിച്ചെടുക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഓടുകയും ഭൂമാഫിയ വിരുദ്ധ സമിതി സമരം സംഘടിപ്പിക്കുകയും ആ പ്രദേശത്ത് കൊടികുത്തി സമര പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ സമരം ഇരിഞ്ഞാലക്കുടയിലെ മുഴുവൻ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതും തന്റെ കപട രാഷ്ട്രീയ മുഖം മൂടി ചീന്തപ്പെട്ടു എന്നുള്ളതും മനസ്സിലാക്കിയപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ ഇതേ ഹാളിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ ഞാൻ ടിവിയിൽ കണ്ടതിരിക്കുകയാണ്. അദ്ദേഹം അന്ന് ഉയർത്തിപ്പിടിച്ച് കാട്ടിയത് പുതുതായി ആരംഭിക്കാനിരിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ അനുമതി പത്രമാണ്. ടൗൺ പ്ലാനറിൽ നിന്ന് ലഭിച്ച അനുമതി പത്രം. ആ അനുമതി പത്രം ഉയർത്തിക്കാട്ടി ഇവിടെ ഇരിക്കുന്ന എന്റെ പത്രമാധ്യമ സുഹൃത്തുക്കളെ വെല്ലുവിളിച്ചു വന്നിരുന്നു. എനിക്ക് എന്റെ കൺവെൻഷൻ സെന്ററിലേക്ക് വഴി വേറെയുണ്ട്, ഈ വഴിയുടെ ആവശ്യമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് MCP കൺവെൻഷൻ സെന്ററിന് എത്ര വഴിയുണ്ട് എന്നുള്ളതല്ല, മറിച്ച് MCP കൺവെൻഷൻ സെന്ററിലേക്ക് കൂടി സഞ്ചാര യോഗ്യമാകുന്ന തരത്തിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ റോഡിന് നിയമപ്രകാരമുള്ള അനുമതിയുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെയർമാനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ റോഡ് രൂപാന്തരപ്പെടുന്ന പക്ഷം ഇതിന്റെ ഉപയോഗം അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം തുടരാനിരിക്കുന്ന കൺവെൻഷൻ സെന്ററിലേക്ക് വരുന്നവരോ ഉപയോഗിക്കില്ല എന്ന് പരസ്യമായി ഇരിഞ്ഞാലക്കുടക്കാരോട് അറിയിക്കുവാൻ അല്ലെങ്കിൽ അത് ധരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് ചങ്കൂറ്റമുണ്ടോ എന്നുള്ളതാണ്. ഞാനൊന്ന് പറയട്ടെ, അവരുടെ ബിനാമിയായ ശ്രീ ചാക്കോ 1 ഏക്കർ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് സെന്ററിലേക്ക് 25,000 രൂപ വെച്ചാണ്. ഈ നിർദ്ദിഷ്ട പാത അല്ലെങ്കിൽ ആ റോഡ് അവർ വരുന്ന വർഷം ആ 1 ഏക്കർ 10 സെന്റ് സ്ഥലത്തിന്റെ വിപണിയിലുള്ള വില സെന്ററിലേക്ക് 6 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ ഉദ്ദേശം 5 കോടി രൂപ ആ വസ്തുവിന് വിൽപ്പന വിലയിൽ വർധനയുണ്ടാകുന്നു, ലാഭമുണ്ടാകുന്നു. 1 ഏക്കർ 10 സെന്റിന് 5 കോടിയാണ് മൂല്യവർധനമെങ്കിൽ ശ്രീ MP വിലാസിന്റെ 10 ഏക്കർ സ്ഥലത്തിന് എത്ര കോടി മൂല്യവർധനം ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും ചെറിയ കണക്കിലെങ്കിലും ഇരിഞ്ഞാലക്കുടക്കാരെ അദ്ദേഹം ധരിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം ഇവിടെ ഉയർത്തി കാട്ടേണ്ടിരുന്നത് കൺവെൻഷൻ സെന്ററിന്റെ അനുമതി പത്രമല്ല, മറിച്ച് ഈ അഴിമതിയുടെ ഈ അന്യായമായ പ്രവൃത്തിയുടെ നിയമപരമായ സംരക്ഷണം എങ്ങനെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം അത് കാട്ടിയില്ല. എന്റെ സഹപ്രവർത്തകൻ അജോ ജോൺ വിവരാവകാശ നിയമം വെച്ച് ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ അധികൃതരോട് ചോദിച്ചു, പ്രാഥമികമായി ഒരു പ്രവൃത്തിക്ക് അല്ലെങ്കിൽ ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, അത് കഴിഞ്ഞാൽ ടെക്നിക്കൽ സാങ്ഷൻ. കാരണം ആ നിർദ്ദിഷ്ടമായ ആ നിർമ്മാണ പ്രവർത്തനം അതിന്റെ സാങ്കേതികമായിട്ടുള്ള അനുമതികളാണ് രണ്ടാമതായി വേണ്ടത്. ആ പ്രവൃത്തിക്ക് അതുപോലെ തന്നെ ബഡ്ജറ്റ് വേണം, എസ്റ്റിമേറ്റ് വേണം. ഈ നിർമ്മാണ പ്രവൃത്തിക്ക് അത്തരത്തിലുള്ള ടെക്നിക്കൽ സാങ്ഷനോ അത്തരത്തിലുള്ള എസ്റ്റിമേറ്റോ ഇല്ല എന്ന്
രേഖാമൂലം ഞങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കുന്നു. രണ്ടാമതായി നിങ്ങൾ ചോദിച്ച ചോദ്യം, ഈ ഖാന മുനിസിപ്പൽ അതിർത്തി എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു, എത്ര ദൂരം വരുന്നു, അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ ആഴം, വീതി, അതിന് ലഭിച്ച മറുപടി കൃത്യമായ യാതൊരു രേഖകളും മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. മൂന്നാമത് ചോദിച്ച ചോദ്യം, അപ്രകാരം ഒരു റോഡ് ഉണ്ടാകുന്ന പക്ഷം അതിന്റെ ഉപഭോക്താക്കൾ ആരെല്ലാമാണ്? വളരെ വളരെ സരസമായി വളരെ ലഘൂകരിച്ച് അതിലൂടെ പോകുന്ന ആർക്കും ഉപയോഗിക്കാവുന്ന മറുപടിയാണ് ആ ഉത്തരത്തിൽ നിന്ന്. മുനിസിപ്പാലിറ്റി സെക്ഷനിലെ പ്ലാനുണ്ട്. ആ റോഡിന്റെ തെക്ക് വശം സ്ഥിതി ചെയ്യുന്ന 10 ഏക്കർ സ്ഥലം MCT ഗാർഡനാണെന്നും മുനിസിപ്പൽ ചെയർമാനിന്റെ കുടുംബത്തൊട്ടാണെന്നും പറയാൻ എന്തിന് അവർ ഭയപ്പെടുന്നു? ഞാൻ പറഞ്ഞു വരുന്നത്, MP ജാക്സൺ ചെയർമാനായതിനു ശേഷം ഇരിഞ്ഞാലക്കുടയിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ പലതാണ്. ബസ് സ്റ്റാൻഡ് പണയം വെച്ചു, ബസ് സ്റ്റാൻഡിലെ റിട്ടയറിംഗ് റൂം അദ്ദേഹം വിൽപ്പന നടത്തി, യാത്രക്കാര് നിൽക്കുകയോ രോഗികൾ നിൽക്കുകയോ എന്നോട് ചെയ്തോട്ടെ. അതുപോലെ തന്നെ മുനിസിപ്പൽ ഫൈനാൻസിന്റെ വലിപ്പം കുറയ്ക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം അവിടെയും ഇവിടെയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തിയ അഴിമതി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ അദ്ദേഹത്തിന്റെ വീടിന്റെ സമൂഹം അദ്ദേഹത്തിന് കൂടി അനുഭവിക്കുന്ന തരത്തിൽ ഉള്ള അഴിമതിയാണ്. എന്റെ പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത്, കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ വിശദീകരിച്ചു. നിർഭാഗ്യമെന്ന് പറയേണ്ട പല പത്ര സുഹൃത്തുക്കളും അത് പ്രസിദ്ധീകരിച്ചില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ ധൈര്യക്കുറവുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് പരസ്യം എന്ന നിലയ്ക്കെങ്കിലും നിങ്ങളിത് ഈ പൊതുജനത്തോടുള്ള കടപ്പാട് നിർവഹിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങളുടെ ജില്ലാ പേജിൽ ഈ വാർത്ത ഇത് പരസ്യമായിട്ടെങ്കിലും നിങ്ങൾ കൊടുക്കണം. എന്നറിയില്ലേ, ഞാൻ അതിലേക്ക് കിടക്കണം. അത്രയും വേദനയോട് കൂടിയാണ്. കാരണം ഇന്നലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള തെളിവുകൾ സഹിതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നേരെ മറിച്ച് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ MP ആക്കം വന്നത് തിരുവനന്തപുരത്തുനിന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ള കൺവെൻഷൻ സെന്ററിന്റെ അനുമതി പത്രവുമായിട്ടാണ്. ഞങ്ങൾക്ക് തർക്കമില്ല. കൺവെൻഷൻ സെന്ററിൽ അദ്ദേഹത്തിന്റെ പറമ്പിൽ സ്ഥിതി ചെയ്യുന്നു, അവിടെ പ്രവർത്തിച്ചോട്ടെ. അദ്ദേഹത്തിന് 2 വഴിയുണ്ടെന്ന് പറയുന്നു. നെയ്യ് മൂടിയാൽ അപ്പം ചീത്തയാകുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ട് എഴുതിത്തരട്ടെ, ഇരിഞ്ഞാലക്കുടയിലെ പൊതുജനങ്ങളെ ഞാൻ എന്റെ കുടുംബം അല്ലെങ്കിൽ ഈ കൺവെൻഷൻ സെന്ററിലേക്ക് ഈ നിർദ്ദിഷ്ട പാതയിലൂടെ സഞ്ചാര അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കില്ല. ദൈവം അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ആരൊക്കെ എഴുതി തരുന്നോട്ടെ, എഴുതിയാൽ ഇതിന് പ്രശ്നമില്ലാന്നുള്ളതാണ്. അല്ല, അദ്ദേഹത്തിന്റെ അഴിമതി ഞാൻ ചൂണ്ടിക്കാട്ടി ആരോപിക്കുകയാണ്. ഈ ഫോട്ടോഗ്രാഫിൽ കാണാം. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈ കയ്യേറ്റത്തിൽ ഈ അഴിമതിയിൽ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർക്ക് ഏതെല്ലാം സമീപനമാണ് എടുത്തിരിക്കുന്നത്.